ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് റവ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലുള്ള ഒരു പഞ്ഞിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തിട്ടുള്ളതായാലും വറുക്കാത്തത് റവയാണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ 1 ഗ്ലാസ്സിലാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതേ ഗ്ലാസ് തന്നെ ഒരു 1/2 കപ്പിന് താഴെ എന്നാൽ 1/4 കപ്പിന് മേലെയായിട്ട് തേങ്ങ ചെറുകിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതേ ഗ്ലാസ് തന്നെ തേങ്ങ എടുത്ത് അതേ അളവിൽ നമുക്ക് പുളിയില്ലാത്ത തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇതും കൂടി ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു 4 ചെറിയുള്ളി തൊലി കളഞ്ഞിട്ട് അതും കൂടി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ തൈര് അളന്നെടുത്തിട്ടുള്ള ആ 1 ഗ്ലാസ് തന്നെ 1 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ അരിഞ്ഞു കിട്ടും. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അധികമായിട്ട് ലൂസാവാൻ പാടില്ല. ഈ ഒരു കട്ടിക്കാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ അധികമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് ലൂസാക്കി കൊടുക്കരുത്. ഈ ഒരു കട്ടിയിൽ തന്നെ ഇത് ഉണ്ടാവണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് സോഡ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പും സോഡപ്പൊടിയൊക്കെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ദോശച്ചട്ടി എടുത്തിട്ട് അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ തവയും ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കുക. ഇനി നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കുക. ജസ്റ്റ് ഒന്ന് ഓയിൽ തടവിയതിന് ശേഷം നമുക്കിതുപോലെ തന്നെ ചുട്ടെടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതുപോലെ തന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത്. ഇതുപോലെ 2 ഭാഗവും മൊരിപ്പിച്ചെടുത്താൽ മതി. അധികമായിട്ട് മൊരിപ്പിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ 2 ഭാഗവും ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള അപ്പമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. റവ വെച്ചിട്ട് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ ഇതിനേക്കാളും ചെറുതായിട്ട് നമുക്ക് ചുട്ടെടുത്താലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല വൈകുന്നേരം ചായക്കടി ആയിട്ടൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. രാവിലത്തെ കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കലക്കി ചുട്ടെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ രണ്ടാമത് ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല കണ്ടാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ പെട്ടെന്ന് ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഞ്ഞിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ.
ഇനി ഇതിൻ്റെ കൂടെ ഏത് കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ചട്നി ആണെങ്കിലും മീൻ കറി ആണെങ്കിലും കുറുമയാണെങ്കിലും ഏത് കറി ആണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക്